ഓക്കെ, നമ്മളുടെ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനിയുടെ 69ാമത്തെ സെഷനാണ്, 6ാമത്തെ ചാപ്റ്റർ. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി ലിക്വിഡേറ്റേഴ്സ് വെച്ചിട്ടാണ്. അതായത് ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട്, ആ കമ്പനീനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരെ നമ്മൾ ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനോ അല്ലെങ്കിൽ വെറുതെ ലിക്വിഡേറ്ററിനോ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലിക്വിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പാനൽ ഓഫ് ഫേംസിൽ നിന്നും, അത് ചിലപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അഡ്വക്കേറ്റ്സ്, കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ്, അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ പാനൽ ഓഫ് ഫേംസിൽ നിന്നും അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇത് സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ട്രൈബ്യൂണലിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പറയുന്ന ലിക്വിഡേറ്റേഴ്സ് ഒരു ബോഡി കോർപ്പറേറ്റിൽ നിന്ന് വരാം, പ്രൊഫഷണൽസ്, 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം. അതും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ലിക്വിഡേറ്റേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഒരു പ്രൊഫഷണൽ ലിക്വിഡേറ്ററിനെ ട്രൈബ്യൂണലാണ് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിക്വിഡേറ്റർക്ക് ഉള്ള പവേഴ്സ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ട്രൈബ്യൂണൽ ലിമിറ്റ് ചെയ്യുന്ന പോലെയാണ്. അല്ലെങ്കിൽ പിന്നെ സാധാരണ ലിക്വിഡേറ്ററിൻ്റെ എല്ലാ പവറും ആൾക്ക് കിട്ടും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ലിക്വിഡേറ്റർ മിസ്കണ്ടക്ട് ചെയ്യുകയോ ഫ്രോഡ് ചെയ്യുകയോ എന്തെങ്കിലും ബ്രീച്ച് ഓഫ് ഡ്യൂട്ടീസൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഈ ലിക്വിഡേറ്ററിനെ അവരുടെ ആ ഒരു സ്ഥാനത്ത് നിന്നും സെൻട്രൽ ഗവൺമെൻറ് അവരെ മാറ്റുന്നതായിരിക്കും. ഇനിയിപ്പം ലിക്വിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പാനലാണെങ്കിൽ അവരെ മാറ്റാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ അത് അവരെ ആ രീതിയിൽ അവിടുന്ന് റിമൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, എന്തുകൊണ്ടാണ് അവരങ്ങനെ മിസ്ബിഹേവ് ചെയ്തതെന്നുള്ളത് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ ലിക്വിഡേറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ കണ്ടീഷൻസ്, അവർക്ക് വേണ്ട ഫീസ് പേയബിൾ, ഇതെല്ലാം നമ്മളുടെ ട്രൈബ്യൂണലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന ടാസ്ക് അനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, പിന്നെ നമ്മൾ ഈ പറയുന്ന ഏത് കമ്പനിക്കാണ് ലിക്വിഡേറ്റർ ആവുന്നത് ആ കമ്പനിയുടെ സൈസ് അനുസരിച്ചിട്ടൊക്കെയാണ് അവരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ കണ്ടീഷൻസും ഫീസും ഒക്കെ പറയുന്നത്. പിന്നെ അപ്പോയിൻമെൻറ്റ് ഈ പറയുന്ന പ്രൊഫഷണൽ ലിക്വിഡേറ്റേഴ്സിന് അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ലിക്വിഡേറ്റേഴ്സ് എന്ത് ചെയ്യണം, അവരുടെ ഒരു ഡിക്ലറേഷൻ ആ അപ്പോയിൻമെൻറ്റ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ആ ഡിക്ലറേഷനിൽ അവർക്ക് ഈ ഒരു ലിക്വിഡേറ്ററായിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് താല്പര്യം ഇല്ലെങ്കിൽ അത് അവർ കാണിച്ചിരിക്കണം. സപ്പോസ് അവരുടെ ഡിക്ലറേഷനിൽ താല്പര്യം കാണിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിക്ലറേഷൻ അവരുടെ അപ്പോയിൻമെൻറ്റിന് കഴിയുന്നത് വരെ ആ ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ട്രൈബ്യൂണൽസോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ഫോം ചെയ്യുന്ന കമ്പനി ലിക്വിഡേറ്റർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ ആ താല്പര്യം അവർക്ക് കാണിക്കാം, അവരുടെ ഒരു ഡിക്ലറേഷനിൽ കാണിക്കാം. ഇനിയിപ്പം സപ്പോസ് ഇപ്പോൾ നമ്മൾ അപ്പോയിൻ്റ് ചെയ്ത ലിക്വിഡേറ്റർ മരിക്കുകയോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് റിമൂവൽ ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ട്രൈബ്യൂണലിന് എന്ത് ചെയ്യാം, വേറൊരു ലിക്വിഡേറ്റർക്ക് ആ വർക്ക് അസൈൻ ചെയ്യാം. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഈ റിമൂവ് ചെയ്യുന്ന ലിക്വിഡേറ്റർ എന്തെങ്കിലും നഷ്ടങ്ങൾ വരുത്തി അല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തു എന്നൊക്കെ ഉള്ളത് കണ്ടു, അയാളുടെ പവർ അയാൾ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ആ ഒരു ഡാമേജ് ആ ലിക്വിഡേറ്ററിൽ നിന്നും റിക്കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് മാത്രമല്ല ആ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, അവർക്കൊരു സാഹചര്യം കൊടുക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്ന് അത് പറയാനായിട്ടുള്ള സാഹചര്യം കൂടെ കൊടുക്കുന്നുണ്ടാവും. പിന്നെ വൺസ് ഈ പറയുന്ന ലിക്വിഡേറ്ററെ നിയമിച്ചു കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, അവർ അപ്പോയിൻ്റ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ രജിസ്ട്രാറുടെ അടുത്ത് ഇൻറ്റിമേറ്റ് ചെയ്യും. രജിസ്ട്രാർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന ലിക്വിഡേറ്ററിനെ ഒഫീഷ്യൽ ഗസറ്റിൽ എൻഡോസ് ചെയ്തിട്ട് ഈ കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ലിക്വിഡേറ്റർ അപ്പോയിൻ്റ് ചെയ്ത കാര്യം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിക്കുകയും ചെയ്യും. കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണല്ലോ ഇവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ടെർമിനേഷൻ ഓഫ് എംപ്ലോയീസ്. വൺസ് ഈ ട്രൈബ്യൂണൽസ് വൈൻഡപ്പ് ഓർഡർ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ, അതിന് നോട്ടീസ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ കമ്പനിയിലുള്ള ഓഫീസേഴ്സ്, എംപ്ലോയീസ്, വർക്ക്മാൻ ഇവരെല്ലാം എന്ത് ചെയ്യണം, അവരെ
പിരിച്ചുവിടേണ്ടതുണ്ട്. അൺലെസ് ഓർ അതർവൈസ് ആ കമ്പനിയിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിരിച്ചുവിടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിരിച്ചുവിടേണ്ടതുണ്ട്. പിന്നെ വൈൻഡിങ് അപ്പ് കമ്മിറ്റി ഫോം ചെയ്യണം. ദാറ്റ് മീൻസ് ഈ പറയുന്ന ട്രൈബ്യൂണൽ വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ഓർഡർ പുറപ്പെടുവിച്ചു, കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ കമ്പനി ലിക്വിഡേറ്റർ വന്ന് 3 ആഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന ട്രൈബ്യൂണലിൻ്റെ അടുത്ത് ഒരു വൈൻഡിങ് അപ്പ് കമ്മിറ്റി അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഫോം ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും. ആ കമ്മിറ്റിയിൽ നമ്മുടെ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഉണ്ടാവും, പിന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് നോമിനീസ് ഉണ്ടാവും, പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ട്രൈബ്യൂണൽസ് നോമിനേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം ഈ കമ്പനി ലിക്വിഡേറ്റർ ഈ പറയുന്ന വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, വൈൻഡിങ് അപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുകയും അതുപോലെ വൈൻഡിങ് അപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ലിക്വിഡേഷൻ ഫങ്ഷൻസ് ചെയ്യുകയാണ്. അവരെന്തൊക്കെ ലിക്വിഡേഷൻ ഫങ്ഷൻസാണ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ അസറ്റ്സും തിരിച്ചെടുക്കുക, അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എക്സാമിൻ ചെയ്യുക, എല്ലാ പ്രോപ്പർട്ടീസ് റിക്കവർ ചെയ്യുക, എന്തെങ്കിലും ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യുക, അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യുക, അക്കൗണ്ട്സ് ഓഫ് കമ്പനി റിവ്യൂ ചെയ്യുക, അസറ്റ്സ് സെയിൽ നടത്താനുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരിക, പിന്നെ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഫൈനലൈസ് ചെയ്യുക, കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ക്ലെയിംസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യുക, സെറ്റിൽ ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഡിവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് നടത്തുക. ഇതൊക്കെയാണ് വൈൻഡിങ് അപ്പ് കമ്മിറ്റിയും ലിക്വിഡേറ്ററുമായിട്ട് ചെയ്യുന്ന ലിക്വിഡേഷൻ ഫങ്ഷൻസ്. ഇനി നമ്മൾ ലിക്വിഡേറ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ട്രൈബ്യൂണലിന് മുമ്പാകെ ഈ പറയുന്ന കമ്പനി ലിക്വിഡേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മീറ്റിംഗ്സ് നടത്തുന്നുണ്ടോ ആ മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ് കൃത്യമായിട്ട് തന്നെ ഡ്യൂലി സൈൻ ചെയ്ത് അതിൻ്റെ വൈൻഡിങ് അപ്പ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയൊക്കെ സൈനിങ്ങോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ട്രൈബ്യൂണലിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഫൈനലായിട്ട് ഈ പറയുന്ന ലിക്വിഡേറ്റർ ഈ കമ്പനിയുടെ ഡിസൊല്യൂഷന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അത് നമ്മുടെ വൈൻഡിങ് അപ്പ് കമ്മിറ്റിയുടെ അപ്രൂവലിന് വിധേയമാക്കണം. വൈൻഡിങ് അപ്പ് കമ്മിറ്റി അതിൻ്റെ അപ്രൂവ് ചെയ്ത് അവരെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈനൽ റിപ്പോർട്ട് കമ്പനി ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിന് നമ്മുടെ കമ്പനി ഡിസോൾവ് ചെയ്യാനായിട്ടുള്ള ഓർഡറിന് വേണ്ടിയിട്ട് പാസ് ചെയ്യണം. ഓക്കെ, സോ നമ്മളുടെ കമ്പനി ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിന് എന്തൊക്കെ റിപ്പോർട്ട്സാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പം കമ്പനി ലിക്വിഡേറ്ററിനെ ട്രൈബ്യൂണൽ അപ്പോയിൻ്റ് ചെയ്ത ശേഷം അദ്ദേഹം 60 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണൽസിന് ആ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ കമ്പനിയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ നേച്ചർ, അതിൻ്റെ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, കമ്പനിയുടെ ലൊക്കേഷൻ, അസറ്റ്സിൻ്റെ വാല്യൂസ്, അത് ക്യാഷ് ബാലൻസ് ഇൻ ഹാൻഡ് എത്രയുണ്ട്, ബാങ്കിൽ എത്രയുണ്ട്, എന്തെങ്കിലും നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. പിന്നെ എത്രയാണ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അമൗണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് വേണം. പിന്നെ അവരുടെ അനിശ്ചിതകാല ലൈബിലിറ്റീസ്, അതായത് എന്നേക്കുമായിട്ടുള്ള ഒരു ബാധ്യതയാണ് കമ്പനിയുടെ, ഇൻക്ലൂഡിങ് കമ്പനിയുടെ പേര്, അഡ്രസ്സ്, ഓക്യുപ്പേഷൻ ഓഫ് ദ ക്രെഡിറ്റേഴ്സ്, കോണ്ടിജൻറ്റ് ലൈബിലിറ്റീസ് എന്ന് പറയുന്ന അനിശ്ചിതകാല ബാധ്യതകളാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റില്ല, അപ്പോൾ അത് പതുക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. കമ്പനിയുടെ പേര്, അഡ്രസ്സ്, ഓക്യുപ്പേഷൻ ഓഫ് ദ ക്രെഡിറ്റേഴ്സ്, പിന്നെ നമ്മൾ സെക്യൂർഡ് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡെപ്സ്, പിന്നെ സെക്യൂർഡ് ഡെപ്സ് ആണെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റിയുടെ പെർട്ടിക്കുലേഴ്സ്, അത് കമ്പനി ഏത് ഓഫീസറാണ് അത് പ്രൊവൈഡ് ചെയ്തത്, അതിൻ്റെ വാല്യൂ എത്രയാണ്, ഏത് ഡേറ്റിലാണ് കൊടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം. ഇനി കമ്പനിയുടെ പേരിൽ, കമ്പനിയുടെ അഡ്രസ്സിൽ, അതുപോലെ അവിടെ അവിടുത്തെ ഏതെങ്കിലും കമ്പനിയുടെ ഓക്യുപ്പേഷനിലുള്ള ആൾക്കാരുടെ അവർ വഴി ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഡെപ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ എന്തെങ്കിലും ഗ്യാരണ്ടീസ് കമ്പനി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ കോൺട്രിബ്യൂട്ടറീസ് ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ്, അവർ എത്രയാണ് അവർക്ക് പേ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ട്രേഡ് മാർക്സ്, കമ്പനിയുടെ ട്രേഡ് മാർക്സ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് കമ്പനി സ്വന്തമായിട്ടുള്ളത്, പിന്നെ എന്തെങ്കിലും സബ്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, കൊളാബറേഷൻ അതുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ കമ്പനിക്ക് എന്തെങ്കിലും സബ്സിഡറി കമ്പനീസ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇനി
ഇനി എന്തെങ്കിലും കമ്പനി റിലേറ്റഡ് ആയിട്ട് കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വല്ല ലീഗൽ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ പിന്നെ ട്രൈബ്യൂണൽ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസും, നെസസറി ഇൻഫർമേഷൻസും നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിന് കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ പറയുന്ന ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം, നമ്മളുടെ കമ്പനിയുടെ പ്രൊമോഷൻ ഫോർമേഷൻ വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ട്രൈബ്യൂണലിന് ഫർണിഷ് ചെയ്യേണ്ടതാണ്. ഇനി ഏതെങ്കിലും ഓഫീസേഴ്സ് ആ കമ്പനിയിൽ ഏതെങ്കിലും സമയത്ത് വല്ല ഫ്രോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മുടെ ട്രൈബ്യൂണലിന് മുമ്പാകെ ലിക്വിഡേറ്റർ വെളിപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഈ പറയുന്ന കമ്പനിയുടെ വാലിഡിറ്റി, ആ കമ്പനിയുടെ ബിസിനസ്സിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതും നമ്മുടെ ലിക്വിഡേറ്റർ ഈ ട്രൈബ്യൂണലിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ക്രെഡിറ്റേഴ്സിനോ കോൺട്രിബ്യൂട്ടേഴ്സിനോ ഏജൻസിനോ ഇങ്ങനെ നമ്മുടെ ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിന് വേണ്ടി തയ്യാറാക്കുന്ന റിപ്പോർട്ട്സുകളെല്ലാം ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അവർക്ക് അതിൻ്റെ കോപ്പി, അതിൻ്റെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫീസ് കൊടുത്ത് പേയ്മെൻറ്റ് നടത്തി അതിൻ്റെ കോപ്പി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.